ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് സെഷൻ. എന്തായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ജട്ട്പട്ട് ഔർ നട്ട്ഖട്ട്. ഒരു സ്റ്റോറി അല്ലായിരുന്നു അത്? അപ്പൊ സ്റ്റോറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? ജട്ട്പട്ട് ഔർ നട്ട്ഖട്ട്. ഇവർ രണ്ടുപേരും ആരായിരുന്നു? ബ്രദേഴ്സ് ആണല്ലേ? वो दोनों भाइयों है. അവർ രണ്ടുപേരുടെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. ഏ കഹാനി ഹേ. കഹാനിയിൽ എന്തൊക്കെയായിരുന്നു? ഇവർ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ടും സ്കൂളിൽ നിന്നും മടങ്ങി വരുന്ന വഴിയിലുള്ള പ്രവർത്തികളെ കുറിച്ചിട്ടും കാഴ്ചകളെ കുറിച്ചിട്ടും എല്ലാം വളരെ രസകരമായി വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ പഠിച്ചിട്ടുള്ളത്. സ്റ്റോറി എല്ലാം നമ്മൾ പഠിച്ചു. നിങ്ങൾക്കെല്ലാം ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് സ്റ്റോറി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ വരുന്നത്? ചാപ്റ്ററിൽ ഏതൊരു ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ചെല്ലാം വർക്കെല്ലാം ഉണ്ടാവില്ലേ? അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഈ ഒരു സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? ആക്ടിവിറ്റീസ് ആണ്. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, യെസ്. എന്നിട്ട് ഫസ്റ്റ് ആക്ടിവിറ്റി, कहानी के पात्रों की विशेषताएं पहचाने സഹി മിലാൻ കരേം. എന്താണ് കഹാനിക്ക് പാത്രവും? പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ്. അപ്പൊ ആരൊക്കെയായിരുന്നു കഹാനിയിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ്? ഫസ്റ്റ് വൺ ജട്ട്പട്ട്, സെക്കൻഡ് നട്ട്ഖട്ട്. इसमें कौन है बड़ा? ജട്ട്പട്ട് बड़ा था और नटखट छोटा था. ഇവരുടെ രണ്ടുപേരുടെയും കുറച്ച് വിശേഷത, അവരുടെ ക്യാരക്ടേഴ്സിൽ വരുന്ന കുറച്ച് വിശേഷതകളാണ് നമുക്കിവിടെ ബോക്സ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ സൈഡിൽ എന്താ? നട്ട്ഖട്ട് എന്നും ജട്ട്പട്ട് എന്നും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താ? സഹി മിലാൻ കരേം. സഹി മിലാൻ കരേം എന്താ? മാച്ച് ചെയ്യാൻ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് തമ്മിൽ ഏതാണോ കറക്റ്റ് ആയിട്ട് വരുന്നത്, ആ കറക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. റെഡി അല്ലേ? യെസ്. ഫസ്റ്റ് നട്ട്ഖട്ട് ജട്ട്പട്ട്. നട്ട്ഖട്ട് ഖോ എന്താണ് വരുന്നത്? നമുക്ക് ആദ്യം ഇവിടെ എന്തൊക്കെയുള്ള കാര്യങ്ങൾ എന്നൊന്ന് നോക്കാം. കാഗസ് കി നാവ് ബനാന ആതാ ഹേ. കാഗസ് കി നാവ് എന്തായിരുന്നു? കടലാസ് കൊണ്ടുള്ള തോണി. കടലാസ് കൊണ്ടുള്ള തോണി ആർക്കായിരുന്നു ഉണ്ടാക്കാൻ അറിയാ? ആർക്കായിരുന്നു? ജട്ട്പട്ടിനാണോ? അല്ല, പിന്നെ ആർക്കാ? നട്ട്ഖട്ട്. അപ്പൊ നട്ട്ഖട്ട് കോ കാഗസ് കി നാവ് ബനാന ആതാ ഹേ. കറക്റ്റ്. നെക്സ്റ്റ് വരുന്നത് എന്താ? നദി മീൻ തൈർന ആതാ ഹേ. നദി മീൻ തൈർന ആതാ ഹേ. നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ. തൈർന എന്ന് പറഞ്ഞാലോ? തൈർന എന്തായിരുന്നു? നീന്തുക. ആർക്കാ നീന്താൻ അറിയാ? നട്ട്ഖട്ടിനാണോ? അല്ല, നട്ട്ഖട്ടിന് നീന്താൻ അറിയാത്തത് കൊണ്ടാണ് നട്ട്ഖട്ട് എന്തായത്? നദിയിൽ വീണു പോയപ്പോൾ മുങ്ങിപ്പോയത്. അപ്പൊ ആരാ രക്ഷിച്ചിരുന്നത്? ജട്ട്പട്ട്. ക്ലിയർ അല്ലേ? ഓർമ്മയില്ലേ നമ്മുടെ സ്റ്റോറി? ജട്ട്പട്ട് കോ നദി में तैरना आता है. करेक्ट. फर्स्ट नटखट को कागज की नाव बनाना आता है. जटपट को नदी में तैरना आता है. क्लियर അല്ലേ? ഇനി നമ്മുടെ മൂന്നാമത്തെ വിശേഷത എന്താന്ന് നോക്കാം. तीसरा विशेषता ये है बाग से आम तोड़ता है. बाग से आम तोड़ता है. ആം എന്തായിരുന്നു? ये एक फल है. ये फल का नाम क्या है? आम. आम का मतलब मैंगो. ബാഗ്. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം. തോട്ടത്തിൽ നിന്ന് ആരായിരുന്നു മാങ്ങയെല്ലാം പറിച്ചിരുന്നത്? ആരാ? നട്ട്ഖട്ട്. നട്ട്ഖട്ട് കോ ബാഗ് സേ ആം തോड़ता है. इनी 14 विशेषता क्या है? माम से शिकायत करता है. माम से शिकायत करता है. शिकायत. शिकायत എന്തായിരുന്നു? പരാതി.
ആരായിരുന്നു വീട്ടിൽ പോയിട്ട് പരാതി പറഞ്ഞിരുന്നത്? അവൻ നേരം വൈകി, അവൻ നേരെ സമയമാകുമ്പോഴേക്കും എത്തിയിരുന്നില്ല, ഒരുപാട് പിറകിലാണ്, വികൃതിയെല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ പരാതികൾ ഓരോന്നോരോന്നായി അമ്മയുടെ അടുത്ത് പറഞ്ഞത് ആരായിരുന്നു? ജഡ്ബഡ്. ജഡ്ബഡ് ആരെ കുറിച്ചിട്ട് അമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞത്? നട്ഗഡിനെ കുറിച്ചിട്ട് അല്ലേ? ജഡ്ബഡ് കോ മാം സേ ശികായത് കർത്താ ഹേ. അപ്പം ജഡ്ബഡ് വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞിരുന്നു? അമ്മേ, നട്ഗഡ് ഒരുപാട് പിറകിലാണ് വന്നത്, അതുകൊണ്ട് ലേറ്റായി. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നട്ഗഡ് ആണല്ലോ. കുറച്ച് നോട്ടി ബോയ്. നട്ഗഡ് സ്യാദാ ഹി നട്ഗഡ് ഹേ. പഠിച്ചിരുന്ന ഓർമ്മയുണ്ടോ? നട്ഗഡ് എന്താ? കുറച്ചധികം വികൃതിയാണ്. അപ്പോൾ ആ വികൃതിയുള്ള നട്ഗഡിനെ കുറിച്ചിട്ടുള്ള പരാതികൾ ഓരോന്നോരോന്നായിട്ട് അമ്മയുടെ അടുത്ത് ആര് പറഞ്ഞു? ജഡ്ബഡ് പോയി പറഞ്ഞിരുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ബർഗദ് കി ജഡേം പകഡ്കർ ജൂലോം ജൂൽത്താ ഹേ. ബർഗദ് കി ജഡേം പകഡ്കർ ജൂലാ ജൂൽത്താ ഹേ. ബർഗദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ആൽമരം. ആൽമരത്തിൽ നിന്നും ഊപ്പർ സേ നീച്ചെ, മുകളിൽ നിന്നും താഴേക്കുള്ള ജഡേം പകഡ്കർ ജുലാത്താ ഹേ. ആരായിരുന്നു ചെയ്തത്? ജൂലാ ജുൽത്താ ഹേ ആരാ? ആൽമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള വേരുകൾ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാടിയിരുന്നത് ആരായിരുന്നു? നട്ഗഡ്. അപ്പൊ നട്ഗഡ് കോ ബർഗദ് കി ജഡേം പകഡ്കർ ജുലാത്തെ ഹേ. ക്ലിയർ അല്ലേ? നമ്മുടെ ലാസ്റ്റ് വിശേഷത ചോട്ടേ കാ ഹാത്ത് പകഡ്കർ ദൗഡാത്താ ഹേ. അപ്പൊ ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ചോട്ടേ കാ ഹാത്ത് പകഡ്കർ ദൗഡാത്താ ഹേ. ചോട്ട ആരായിരുന്നു നമ്മുടെ സ്റ്റോറിയിലുള്ള? നട്ഗഡ്. അപ്പൊ നട്ഗഡിന്റെ ഹാത്ത് പകഡ്കർ, കൈ പിടിച്ചുകൊണ്ട് ഓടിയതാരായിരുന്നു? ആരാ? ബഡ അല്ലേ ഓടുക? യെസ്. അപ്പൊ ബഡ ആരാണ്? ജഡ്ബഡ്. ജഡ്ബഡ് കോ ചോട്ടേ കാ ഹാത്ത് പകഡ്കർ ദൗഡാത്താ ഹേ. അപ്പോ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ വിശേഷതകൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒരു പക്ഷെ നമുക്ക് ഈ സ്റ്റോറി ബേസ് ചെയ്തിട്ട് മാച്ച് ദ ഫോളോയിങ് എല്ലാം ആയിരിക്കില്ല ചിലപ്പോൾ എക്സാമിന് വരിക. നമുക്ക് ക്യാരക്ടർ സ്കെച്ച് വരാൻ മതിയാകും. കഥാപാത്രയ്ക്ക് വിശേഷതയും അതെല്ലാം എഴുതിക്കൊണ്ട് കഥാപാത്രത്തിന്റെ ക്യാരക്ടർ സ്കെച്ച്, കഥാപാത്ര നിരൂപണം അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ വിശേഷതകളെല്ലാം ഉൾക്കൊള്ളിക്കാം. നട്ഗഡിൻ്റെത് എന്തൊക്കെയാണോ ക്യാരക്ടേഴ്സിലുള്ള സ്പെഷ്യാലിറ്റീസ് അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ്, ജഡ്ബഡിന്റെ എന്തെല്ലാം വിശേഷതകളാണുള്ളത് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി എക്സാമിന് ഈ ക്യാരക്ടർ സ്കെച്ച് എല്ലാം വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. അപ്പോൾ എഴുതാം ജഡ്ബഡ് ബഡാത്താ, ജഡ്ബഡാണ് മൂത്തതെന്ന് എഴുതാം. പിന്നെ ജഡ്ബഡിന് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ജഡ്ബഡ് മാംസേ ശികായത് കർത്താ ഹാ, മാംസേ നട്ഗഡ് കെ ബാരേ മേ, നട്ഗഡിനെ കുറിച്ചിട്ട് ശികായത് കർത്താ ഹാം എന്ന് എഴുതാം. ജഡ്ബഡ് ചോട്ടേ കാ ഹാത്ത് പകഡ്കർ ദൗഡാത്താ ഹേ, ജഡ്ബഡ് കോ നദീ മേം തൈർനാ ആത്താ ഹേ. ഈ മൂന്ന് കാര്യങ്ങൾ ആരുടെ സ്പെഷ്യാലിറ്റിയാണ്? ജഡ്ബഡിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. ഇത് കൂടാതെ ഇതിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കഹാനി പഠിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ജഡ്ബഡിന്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എഴുതാം. നെക്സ്റ്റ്, നട്ഗഡ്. നട്ഗഡ് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹേ. നട്ഗഡിന് എന്തറിയാം? കടലാസ് കൊണ്ടുള്ള തോണി ഉണ്ടാക്കാൻ അറിയാം. നെക്സ്റ്റ്, നട്ഗഡ് കോ ബാഗ് സെ ആം തോഡ്താ ഹേ. ആം മാത്രമാണോ നട്ഗഡ് പറിച്ചിരുന്നത്? അല്ല, ആം, അമ്രൂദ് ആദി തോഡ്താ ഹേ. അമ്രൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പെരക്ക. ഓക്കെ. നെക്സ്റ്റ്, നട്ഗഡ് ബർഗദ് കി ജഡം പകഡ്കർ ജുൽത്താ ഹേ. ആൽമരത്തിന്റെ വേരുകളൊക്കെ പിടിച്ചിട്ട് എന്താണ്? ഊഞ്ഞാലാടുന്ന പോലെ ആടുമായിരുന്നു. ഈ വിശേഷതകളെല്ലാം ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് എഴുതാം. അപ്പൊ അതുകൊണ്ട് ആരും ഇത് മറക്കരുത്, ആരും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഇത് പഠിക്കണം. നന്നായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മതി. നമുക്ക് ഈസി ആയിട്ട് എഴുതാം. എക്സാമിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ? റെഡി ആണോ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് ഒരു ഈസി ആക്ടിവിറ്റി ആണ്.
कहानी से शब्द जोड़े चुने अपने वाक्य में प्रयोग करें. നമ്മുടെ ഈ സ്റ്റോറിയിൽ വരുന്ന ഒരു സെന്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സെന്റൻസിൽ നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വേർഡിന്റെ ഒരു പദപ്രയോഗം, ആ ഒരു പദപ്രയോഗം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് നമ്മൾ അതുപോലെ വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ സ്റ്റോറിയിൽ മുന്നേ നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിരുന്നു. സാത്ത് സാത്ത് എന്താണ്? ഒരുമിച്ച്, കൂടെ എന്നല്ല മീനിങ് വരുന്നത്. നട്ഗഡും ജഡ്പടും ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകാറ്, ഒരുമിച്ചാണ് സ്കൂളിൽ തിരിച്ചു വരാറ്, അങ്ങനെയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ പ്രയോഗിച്ച വേർഡ് എന്താ? സാത്ത് സാത്ത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പ്രയോഗിച്ചിട്ട് നമ്മളോട് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. भाई और मैं साथ साथ पढ़ते और साथ साथ ही खेलते. ഭായി, ഭായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ബ്രദർ. ബ്രദറും ഞാനും, സഹോദരനും ഞാനും സാത്ത് സാത്ത് പഠിത്തേ, ഒരുമിച്ചാണ് പഠിച്ചതും, ആ സാത്ത് സാത്ത് ഹി ഖേൽത്തെ, കൂടെ എന്താ? ഒരുമിച്ചാണ് കളിക്കുന്നതും. അപ്പൊ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ഒരുമിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ഒന്ന് പറഞ്ഞു നോക്കിയേ. എല്ലാവർക്കും ഇല്ലേ ബ്രദറും സിസ്റ്ററും എല്ലാം? ബ്രദറിന്റെയോ സിസ്റ്ററിന്റെ കൂടെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മയുടെയോ അച്ഛന്റെയോ കൂടെയോ അങ്ങനെ പാരന്റ്സിന്റെ കൂടെ ഒരുമിച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേ. ഒരുമിച്ച് പറഞ്ഞേ. ആർക്കെങ്കിലും അറിയാവോ? അച്ഛന്റെ കൂടെ ഒരുമിച്ച് നടക്കാറുണ്ടോ നിങ്ങള്? ഉണ്ടോ? അപ്പോൾ നമുക്ക് എന്താ എഴുതാം? പിതാ और मैं साथ 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 ചൽത്തേ. അച്ഛനും ഞാനും ഒരുമിച്ചാണ് നടക്കാറുള്ളത്. അങ്ങനെ ഒരു കാര്യം നമുക്ക് എഴുതാം. പിന്നെ അച്ഛന്റെ കൂടെ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ടോ? പിതാ और मैं साथ साथ ചൽത്തേ, അച്ഛനും ഞാനും ഒരുമിച്ചാണ് നടക്കാറുള്ളത്. പിന്നെയോ? പിന്നെന്താ? അച്ഛന് കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എന്താ? और साथ साथ ही ഗാന ഗാത്തേ, ഒരുമിച്ച് എന്താണ്? ഭക്ഷണം കഴിക്കാറുണ്ട്. ഇതുപോലെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയെന്നേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛന്റെ കൂടെയോ സഹോദരങ്ങളുടെ കൂടെയോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ഒരുമിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാ, എനിക്കറിയില്ലല്ലോ. അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് ഈ ഒരു സാത്ത് സാത്ത് എന്നൊരു പദപ്രയോഗം കൊണ്ട് കൂട്ടിച്ചേർത്ത് നിങ്ങൾ വാക്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്കൊണ്ട് മാക്സിമം പറ്റുന്ന അത്ര നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ പുതിയ വാക്യങ്ങൾ സൃഷ്ടിക്കുക. അതുവഴി നമുക്ക് എന്താണ്? പുതിയ പുതിയ വാക്കുകൾ പഠിക്കാനാകും. ആ വാക്കുകൾ പഠിക്കുന്ന സമയത്ത് എന്താണ്? നമുക്കിനി മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വർക്ക്. ജഡ്പഡ് കോ തൈർന ആത്താ ഹേ. ജഡ്പഡിന് എന്തറിയാം? തൈർന, നീന്താൻ അറിയാം അല്ലേ? ജഡ്പഡ് അല്ലേ നമ്മുടെ നട്ഗഡിനെ രക്ഷിച്ചത്. അപ്പൊ ജഡ്പഡ് കോ തൈർന ആത്താ ഹേ. നട്ഗഡ് കോ നാവ് ബനാന ആത്താ ഹേ. ജഡ്പഡിന് നീന്താനും അറിയാം, നട്ഗഡിന് എന്തും അറിയാം? നാവ് ബനാന ആത്താ ഹേ. തോണി ഉണ്ടാക്കാനും അറിയാം. അപ്പൊ ജഡ്പഡിനും കാര്യങ്ങൾ അറിയാം, നട്ഗഡിനും അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? ഒന്ന് പറഞ്ഞേ. ആപ്കോ ക്യാ ക്യാ ആത്താ ഹേ? എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങൾക്കറിയാം? എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതുണ്ടോ?
എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അറിയാൻ മതിയാവും അല്ലേ? അറിയില്ലേ? ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതൊരു പക്ഷെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. മുझे സൈക്കിൾ ചലാന ആത്താ ഹേ. ഈ ഒരു കാര്യം എനിക്കും അറിയാട്ടോ. മുझे സൈക്കിൾ ചലാന ആത്താ ഹേ. എനിക്ക് എന്തറിയാം? സൈക്കിൾ ഓടിക്കാൻ അറിയാം. നിങ്ങൾക്കും അറിയില്ലേ? അറിയില്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേറെന്തൊക്കെ കാര്യങ്ങൾ അറിയാ? എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ? എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. അത് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മുझे സൈക്കിൾ ചലാന ആത്താ ഹേ. പിന്നെ എന്താ വേറെ അറിയാ? ജട്പടിന് നീന്താൻ അറിയാം. തൈർന ആത്താ ഹേ. ജട്പട് തൈർന ആത്താ ഹേ. നഡ്കട് നാവ് ബനാന ആത്താ ഹേ. എനിക്ക് പിന്നെ വേറൊരു കാര്യം അറിയാം. എന്താന്നോ? എനിക്ക് കടലാസ് കൊണ്ട് പട്ടം ഉണ്ടാക്കാൻ അറിയാം. പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? കൈറ്റ്, പതങ്ക്. അപ്പൊ ആ ഒരു കാര്യം ഞാൻ എഴുതിക്കോട്ടെ. എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം. ഓക്കെ, എനിക്കറിയുന്ന ഒരു കാര്യം എഴുതുകയാണ്. മുझे पतंग बनाना आता है. मुझे പതങ്ക് ബനാന ആത്താ ഹേ. എനിക്ക് എന്തറിയാ? പതങ്ക്. പതങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈറ്റ്, പട്ടം. എനിക്ക് പട്ടം ഉണ്ടാക്കാൻ അറിയാം. ആ ഒരു കാര്യം എനിക്കറിയാം. നഡ്ഗഡിന് എന്തറിയാം? നാവ് ഉണ്ടാക്കാൻ അറിയാം. തോണി ഉണ്ടാക്കാൻ അറിയാം. എനിക്ക് പട്ടം ഉണ്ടാക്കാൻ അറിയാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യം വേറെ അറിയാം? വേറെ എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക്? ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്കറിയാം അതൊന്ന് മാക്സിമം അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് ഉൾപ്പെടുത്താൻ അറിയാം. എഴുതാം. നിങ്ങൾക്കും അറിയായിരിക്കല്ലേ പട്ടം ഉണ്ടാക്കാൻ അറിയാം. പിന്നെ എന്തൊക്കെ അറിയാം? കടലാസ് കൊണ്ട് ഇങ്ങനെ മത്സ്യം, മീനിനെ ഉണ്ടാക്കാൻ, ഫിഷിനെ ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? അങ്ങനെ അറിയെങ്കിൽ എന്തെഴുതാം? മുझे കാഗസ് की मछली बनाना आती है. ആ കാര്യം എഴുതാം. പിന്നെ എന്തൊക്കെ എഴുതാം? പിന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകും? കളിക്കാൻ അറിയുമെങ്കിൽ കളിക്കാൻ അറിയാന്ന് എഴുതാം. എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്കറിയാം? ഫുട്ബോൾ കളിക്കാൻ അറിയെങ്കിൽ അത് എഴുതാം. അങ്ങനെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഈ ഭാഗം ഒന്ന് നിങ്ങൾ എഴുതിയെടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എന്താ വർക്കെന്ന് നോക്കാം. ഇനി വെരി ഈസി ക്വസ്റ്റ്യൻ. നിങ്ങളെല്ലാം വളരെ എളുപ്പം ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണേ. നിങ്ങൾക്ക് സ്റ്റോറി നന്നായിട്ട് അറിയാലോ? അറിയില്ലേ? നമ്മൾ വളരെ ക്ലിയർ ആക്കിയതാണ് നമ്മുടെ സ്റ്റോറി. അപ്പൊ ഈ സ്റ്റോറിയിൽ എന്താ വരുന്നത്? ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും എന്താ ചെയ്യേണ്ടത്? നമ്മൾ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ. സഹി പ്രസ്താവ്, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാൻ. ഫസ്റ്റ് എന്താ? दोनों भाई अपने गांव के स्कूल में पढ़ते हैं. രണ്ട് സഹോദരന്മാരും अपने गांव के स्कूल में पढ़ते हैं. അവരുടെ സ്കൂളിലാണോ, അവരുടെ ഗ്രാമത്തിലുള്ള സ്കൂളിലാണോ പഠിക്കുന്നത്? अपने गांव കറക്റ്റ് ആണോ? അവരുടെ ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നതെന്നാണോ നമ്മൾ പഠിച്ചത്? ആണോ? അല്ല. അവരെവിടെയാ? ദൂസരേ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹേ. മറ്റൊരു ഗ്രാമത്തിലല്ലേ പഠിച്ചത്? അങ്ങനെയല്ലേ അവര് പോകുന്ന വഴിയിൽ വെച്ചിട്ട് പല കാര്യങ്ങളും, പോക്കർ, നദി, അങ്ങനെയുള്ള നാല, ഒരുപാട് കാര്യങ്ങൾ കണ്ടത് അല്ലേ? അപ്പോ ഫസ്റ്റ് പ്രസ്താവന എന്താണ്? ഫസ്റ്റ് പ്രസ്താവ് സഹിയാണോ, ശരിയാണോ? അല്ല. ദോനോ ഭായി അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹേ. അതെന്താണ്? തെറ്റാണ്. ഓക്കെ, തെറ്റല്ലേ? നെക്സ്റ്റ് എന്താ വരുന്നത്? നഡ്കഡ് കോ ഗിട്ടി തൈറാന ആത്താ ഹേ. നഡ്കഡിന് എന്തറിയാം?
കല്ല് നന്നായിട്ട് ഇങ്ങനെ പൊക്കി വെള്ളത്തിലേക്ക് എറിയാൻ അറിയില്ലേ? നമ്മുടെ സ്റ്റോറിയുടെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചു, നട്ഗഡ് എറിഞ്ഞു, ജഡ്പഡ് എറിഞ്ഞത് അതുപോലെ എറിയാൻ പറ്റിയില്ല എന്ന കാര്യം. അപ്പം സെക്കൻഡ് എന്താണ്? ശരിയാണ്. നട്ഗഡ് കോ ഗിട്ടി പൈറാന ആത്താ ഹേ. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നട്ഗഡ് ഹമേശ രോത്തെ ഹുയേ സ്കൂൾ ആത്താ ഹേ. നട്ഗഡ് എപ്പോഴും കരഞ്ഞിട്ടാണോ സ്കൂളിൽ പോകുന്നത്? നട്ഗഡ് ഹമേശ രോത്തെ ഹുയേ സ്കൂൾ ആത്താ ഹേ. നട്ഗഡ് കരഞ്ഞിട്ടാണോ? എല്ലായ്പ്പോഴും കരഞ്ഞിട്ടല്ലല്ലോ പോകാറ്. അപ്പൊ അതും തെറ്റാണ്. നെക്സ്റ്റ്, ബഡാ ഭായി 5वीं कक्षा में पढ़ता है. ബഡാ ഭായി ആരാ? ജഡ്പഡ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5वीं कक्षा में അല്ലേ? രണ്ടുപേരും തമ്മിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉള്ളത്? 2 साल की अंदर है. बड़ा भाई 5वीं कक्षा में और छोटा भाई 30वीं कक्षा में पढ़ते हैं. ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ ഇതെന്താണ്? ശരിയാണ്. ഓക്കെ. नेक्स्ट, जटपट को स्कूल के रास्ते में कई बार चोटी का इंतजार करना पड़ता है. ജഡ്പഡ് എന്താ? സ്കൂളിൽ നിന്നും വരുന്ന വഴിയിൽ ഒരുപാട് നേരം എന്താ ചെറിയ ഭായിയോട് എന്തു പറയായിരുന്നു? ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യൊക്കെ ഇല്ലായിരുന്നോ? ഓക്കെ. അപ്പം ആ പോയിന്റും കറക്റ്റ് ആണ്. അപ്പം നമ്മൾ സ്റ്റോറി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ സ്റ്റോറി ഒന്നും കൂടെ റീതിങ്ക് ചെയ്യാം. എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ? വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ആ സ്റ്റോറി വായിക്കുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ ഭാവനയിൽ കാണുക. അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ഇമാജിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ആ സ്റ്റോറി ഒരിക്കലും മറന്നു പോവില്ല. ഓക്കെ. യെസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു അനുഭവ് ഭാണ്ഡെ. അനുഭവ് എന്താ? അനുഭവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അനുഭവം ഉണ്ടാവില്ലേ? ആ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. झटपट और नटखट एक दूसरों को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार का आपका कोई अनुभव बांटे. ജഡ്പഡും നട്ഗഡും എന്താ? മറ്റൊരാളോട് എന്താ പറയുന്നത്? ഒരാള് തോണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരണം എന്നും പറയുന്നുണ്ട്. മറ്റേയാളോ ഈ നദിയിൽ നീന്താൻ വേണ്ടിയിട്ട് അത് പഠിപ്പിച്ചു തരാനും വേണ്ടി പറയുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയില്ല, അത് മറ്റൊരാളുടെ അടുത്ത് നിങ്ങൾ പഠിപ്പിച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഓക്കെ. അപ്പോൾ ചിലർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ അറിയായിരിക്കും, ചിലർക്ക് അതുപോലെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്തായാലും നമ്മുടെ ബ്രദറിൻ്റെ അടുത്തായാലും ഒക്കെ നമ്മളൊന്ന് പറയും, എനിക്കൊന്ന് പറഞ്ഞു തരുമോ, ഞാൻ നിനക്ക് ഇതുപോലെ പറഞ്ഞു തരാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ക്ലാസ്സിൽ ഫ്രണ്ട്സുമായിട്ടും ടീച്ചറുമായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. ഓക്കെ. ഇനി നമുക്ക് എക്സാമിന് എന്തായാലും ഷുവറായി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റർ തയ്യാർ കരേ. എന്താണ്? പോസ്റ്റർ ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും മുന്നത്തെ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളത്. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും എല്ലാം തയ്യാറാക്കുന്ന ഒരു കാര്യമാണ്. ആ സെയിം ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെയും വന്നിരിക്കുന്നത്. പോസ്റ്റർ എന്തിനെ കുറിച്ചുള്ള പോസ്റ്ററാ തയ്യാറാക്കാൻ പറഞ്ഞത്? നോക്കാം. झटपट ने नदी में कूदकर नटखट की जान बचाई. मान ले इस पर स्कूल में बधाई समारोह हो रहा है. इसके लिए पोस्टर तैयार करें. എന്തായിരുന്നു? झटपट ने नदी में कूदकर नटखट की जान बचाई. झटपट എന്താ ചെയ്തത്? നദിയിൽ മുങ്ങിപ്പോയ അനിയനെ എന്ത് ചെയ്തു? ഒഴുക്കിൽപ്പെട്ട അനിയനെ രക്ഷിച്ചു. നദിയിലെ ഒഴുക്കിൽപ്പെട്ട അനുജന്റെ നട്ഗഡിന്റെ ജീവൻ രക്ഷിക്കുകയാണ് ജഡ്പഡ് ചെയ്തത്. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമല്ലേ? ജഡ്പഡ് ഒരു പക്ഷെ അത് കണ്ടില്ല. ജഡ്പഡ് രക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താ? നട്ഗഡിന്റെ ജീവൻ തന്നെ ഇല്ലാതായേക്കാം.
അപ്പം ആ ഒരു നല്ല പ്രവൃത്തി, വളരെ ധീരമായിട്ടുള്ള നല്ലൊരു പ്രവൃത്തിയാണ് നമ്മുടെ ജഡ്പഡ് ചെയ്തത്. അപ്പം അവരുടെ സ്കൂളിൽ ധീരനായ ജഡ്പഡിനെ ആദരിക്കുന്നതിനായിട്ട് ഒരു അനുമോദന ചടങ്ങ്, ഒരു ബധായി സമാരോഹ്. ബധായി സമാരോഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോദന ചടങ്ങ്. ഒരു അനുമോദന ചടങ്ങാണ് നടത്തുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് എന്താക്കണം, ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് എന്ത് വേണം? പോസ്റ്റർ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഞാനിവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. പോസ്റ്റർ എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ജസ്റ്റ് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ആദ്യം ഒരു ബോക്സിൽ വേണം നമ്മളൊരു പോസ്റ്റർ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്യണം ഓരോ കാര്യങ്ങൾ. പോസ്റ്ററിൽ ഫസ്റ്റ് തന്നെ എന്താ, വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണോ പോസ്റ്റർ ഉണ്ടാവുക? അല്ല, വളരെ വെരി ഷോർട്ട് ആയിരിക്കണം. പക്ഷെ എന്നാലോ എന്തിനെ പറ്റിയിട്ടാണ് നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത്? അത് കൃത്യമായി പറഞ്ഞിരിക്കണം. അത് വളരെ പെട്ടെന്ന് ഒരു അട്രാക്റ്റീവ് ആയിട്ട് നമ്മളുടെ കണ്ണിൽ അത് പതിയണം, വായിക്കുന്ന ഒരാളുടെ മനസ്സിൽ പതിയണം എന്തിനെ പറ്റിയുള്ള പോസ്റ്റർ ആണെന്ന്. ഫസ്റ്റ് കാര്യം. സെക്കൻഡ് ആയിട്ട് വരുന്നത്, ഒരു പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് എന്തായിരിക്കണം? അത് എപ്പോഴാണ്, ഏത് ദിവസമാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്, ഏത് സമയത്താണ് ആ പ്രോഗ്രാം നടക്കുന്നത്, എവിടെ വെച്ചാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. ഈ 3 കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഏത് ദിവസമാണ് നടക്കുന്നത്, ഏത് സമയത്താണ് നടക്കുന്നത്, എവിടെ വെച്ചാണ് നടക്കുന്നത്. ഈ 3 കാര്യങ്ങളും പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ വേണ്ടത്? ഫസ്റ്റ് എന്താ വേണ്ടത്? എന്തിനെ പറ്റിയുള്ള പോസ്റ്റർ ആണ്, പോസ്റ്ററിന്റെ എന്താണ് നമ്മുടെ ഉദ്ദേശം, അതുണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പോസ്റ്ററിൽ എന്തുണ്ടാകണം? എപ്പോഴാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്, അതുണ്ടായിരിക്കണം. ഏത് സമയത്താണ്, അതുണ്ടായിരിക്കണം. എവിടെ വെച്ചാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ നമ്മൾക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. പിന്നെ എന്ത് വേണം? നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, അത് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് അതിനെന്തായിരിക്കും? ഒരു വിശിഷ്ട വ്യക്തി ഉണ്ടായിരിക്കും. ആരാണ് വരുന്നത്? അപ്പോൾ അത് നല്ലൊരാളാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്നതും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ എന്താണ്, ആളുകൾക്ക് ആ പ്രോഗ്രാമിന് വരാൻ ഇഷ്ടമുണ്ടാകും അല്ലേ? ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ഫിലിം സ്റ്റാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിം സ്റ്റാർ വീടിനടുത്ത് വരുന്നുണ്ടെന്നുള്ള ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയില്ലേ? അതുപോലെ നമ്മൾ ആ പോസ്റ്ററിൽ എന്തുണ്ടായിരിക്കണം? ആരാണ് മുഖ്യാതിഥി, ആ ഒരു കാര്യം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എന്താണ്, എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊരു പോസ്റ്റർ നിർമ്മിക്കുന്നത്. അപ്പം എല്ലാവർക്കും സ്വാഗതവും പറയാം. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു മോഡൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ്, ഇത് അട്രാക്റ്റീവ് ഒന്നുമല്ല, നിങ്ങൾ വളരെ കളർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം എന്തായിരുന്നു? ഞഡ്ഗഡിനെ രക്ഷിച്ച ജഡ്പഡിന് അനുമോദനം കൊടുക്കാണ്. അപ്പൊ എന്താ? ബഹാദൂർ ജഡ്പഡ് കാ ബധായി സമാരോഹ്. ബധായി സമാരോഹ് എന്താണ് കാര്യം എന്നുള്ളത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ബധായി സമാരോഹ്, അനുമോദന ചടങ്ങ്, ആ ഒരു കാര്യം എഴുതി. പിന്നെ എന്താണ്? ജഡ്പഡിനെയാണ് നമ്മൾ അനുമോദിക്കുന്നത് അല്ലേ? അപ്പൊ ബഹാദൂർ ജഡ്പഡ് കാ. ബഹാദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ധീരനായ. ആരാണ്? ധീരനായ. വെള്ളത്തിലൊക്കെ മുങ്ങിയ ഒരാളെ രക്ഷിക്കല്ലേ? അപ്പം ഒരു ധൈര്യശാലിക്കല്ലോ രക്ഷിക്കാൻ പറ്റാ. അല്ലാതെ അയ്യോ ഞാനൂടെ ആ വെള്ളത്തിലേക്ക് വീണു പോവോ, അവൻ തൽക്കാലം മുങ്ങിക്കോട്ടെ, ഞാൻ അറിഞ്ഞ ഞാനും കൂടെ മുങ്ങിപ്പോവും, അങ്ങനെയുള്ളൊരു ചിന്താഗതി ശരിയാണോ? ഒരിക്കലുമല്ല. അപ്പൊ വളരെ സധൈര്യം മുന്നോട്ട് വന്നിക്കാണ് ജഡ്പഡ് ഞഡ്ഗഡിനെ വെള്ളത്തിൽ നിന്നും രക്ഷിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആരാണ്? ധീരനാണ്. ബഹാദൂർ ജഡ്പഡ് കാ ബധായി സമാരോഹ്. ധീരനായ ജഡ്പഡിന് എന്താണ്? അനുമോദന ചടങ്ങ്. അപ്പൊ എവിടെയാണ് സ്ഥലം? എവിടെ വെച്ചിട്ട് നമ്മൾ പരിപാടി ചെയ്യുന്നത്? സ്കൂളിൽ വെച്ചിട്ട്. ഇവർ രണ്ടുപേരും സ്കൂളിലല്ലേ പഠിക്കുന്നത്?
അപ്പൊ സ്കൂളിൽ വെച്ചിട്ടാണ് ഒരു ബധായി സമാരോഹം നടക്കുന്നത്. അപ്പൊ എവിടെയാ? സ്കൂൾ സഭാഗൃഹം. സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ സ്ഥാനമുണ്ട്. ഓക്കെ, സ്ഥാനം നമ്മൾ തന്നിട്ടുണ്ട്, സ്കൂൾ സഭാഗൃഹം. പിന്നെ നെക്സ്റ്റ് താരീഖ്. താരീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡേറ്റ്. അപ്പൊ ഏതാണ് ഡേറ്റ്? ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് വേണം? ഏത് സമയത്താണ്? ടൈം കൃത്യമായിട്ട് കൊടുത്താലല്ലേ ഉള്ളൂ ആളുകൾക്ക് ആ ഒരു സമയത്ത് എത്താൻ പറ്റുക. ഇല്ലെങ്കിൽ എന്താ, ആളുകൾ അവർക്ക് തോന്നിയ സമയത്ത് വരും. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള സമയം കൊടുത്തിട്ടുണ്ട്. 10 ബജേ, 10 മണിക്ക്. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. പിന്നെ എന്താ, നമ്മുടെ മുഖ്യ അതിഥി. ഈ ഒരു പ്രോഗ്രാം ഇദ്ദേഹത്തെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരണ്ടേ? അപ്പൊ മുഖ്യ അതിഥി ആരാ? ജില്ലാ കളക്ടർ. അപ്പൊ ഞാൻ വെറുതെ ഒരാളുടെ പേര് കൊടുത്തേ ഉള്ളൂ, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊടുക്കാം. അപ്പം മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് നല്ലൊരു ഉദ്യോഗസ്ഥരായിരിക്കും കുറച്ചുകൂടി ഇതാവുക. ഒരു പോലീസ് മേധാവിയോ ജില്ലാ കളക്ടറോ ഒക്കെ അങ്ങനെയുള്ള ആരെ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നമ്മൾ ജില്ലാ കളക്ടർ എന്ന് കൊടുത്തു. പിന്നെന്താ, നമ്മൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. സബ്കാ ഹാർദിക് സ്വാഗത്. എല്ലാവർക്കും എന്താണ്, എല്ലാവരോടും നമ്മൾ വരാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാണ്. സബ്കാ ഹാർദിക് സ്വാഗത്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു പോസ്റ്ററിന്റെ മാതൃക ഇത് നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ഒരു പക്ഷേ ഇതേ ഒരു വിഷയം തന്നെ ആയിരിക്കണം എന്നില്ല തരുന്നത്, വേറെ ഏതൊരു വിഷയവുമാകാം. വിഷയം ഏതുമായിക്കോട്ടെ, എന്തായി കഴിഞ്ഞാലും എന്ത് വേണം? ഈ കാര്യങ്ങൾ എന്താണ് നമ്മുടെ പ്രോഗ്രാം, എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണ്, എന്താണ് ആ ചടങ്ങിന്റെ ഉദ്ദേശം, അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ എന്താണ്, ഒരു സ്ഥലം എവിടെയാണെന്നുള്ളത് കൊടുക്കണം. പിന്നെ നമ്മൾ ഡേറ്റ് കൊടുക്കണം. പിന്നെ നമ്മൾ സമയം കൊടുക്കണം. ആരാണ് മുഖ്യ അതിഥി അത് നമ്മൾ കൊടുക്കണം. പിന്നെ ഏതൊരു പോസ്റ്ററിന്റെയും ഏറ്റവും താഴെ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത്? സബ്കാ ഹാർദിക് സ്വാഗത് അല്ലെങ്കിൽ സബ്കാ സ്വാഗത്. എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. ഒരുപക്ഷെ ചിലവർക്ക് ഈ ഹാർദിക് എന്ന വേർഡ് മറന്നു പോകട്ടെ. സബ്കാ സ്വാഗത് എന്ന് എഴുതിയാലും മതി, എന്നാലും നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ പോസ്റ്റർ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം. പിന്നെ വളരെ അട്രാക്റ്റീവായിട്ട് ഒന്ന് കളറെല്ലാം ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി എഴുതുക. എന്താണ് പ്രോഗ്രാം എന്ന് വലുതാക്കി എഴുതുക. അങ്ങനെ കുറച്ചൊരു ഡിസൈൻ ചെയ്തും കണ്ട് വേണം പോസ്റ്റർ തയ്യാറാക്കാൻ. ക്ലിയർ ആണോ? ഇത് നമുക്ക് ഹിന്ദിയിൽ മാത്രമല്ല, മലയാളത്തിൽ പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇംഗ്ലീഷിലാണെങ്കിലും ഏത് ലാംഗ്വേജിലായി കഴിഞ്ഞാലും എന്താണ്, പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇനി ഇതാരും മറക്കില്ല എന്ന് ഞാൻ കരുതുന്നു. റെഡി അല്ലേ? എല്ലാവരും കൃത്യമായിട്ട് തന്നെ എഴുതണം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് നെക്സ്റ്റ് വർക്ക് നോക്കാം. ഓക്കെ, ഇനി വരുന്നത് ഒരു ചർച്ചാക്കാരെ, ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ ചർച്ച നോക്കാം. മാലേ ആക്കോ തൈർന നഹീം ആത്ത. നിങ്ങൾക്ക് എന്തറിയില്ല? നീന്തൽ അറിയില്ല. നീന്താൻ അറിയില്ല. ഞഡ്കഡ്കി ജാൻ ബച്ചാനെ കെ ലിയെ ആപ് ക്യാ കർത്തേ? ഞഡ്കഡിന്റെ ജാൻ ബച്ചാനെ കെ ലിയെ, ജീവൻ രക്ഷിക്കുന്നതിനായിട്ട് അപ്നെ ക്യാ കർത്തേ, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ ഈ സ്റ്റോറിയിലുള്ള ഒരു ഇൻസിഡന്റ് നമ്മുടെ അടുത്താണ് നടക്കുന്നത്. നഡ്ഗഡാണ് നമ്മുടെ അടുത്ത് നിന്നും വെള്ളത്തിൽ വീഴുന്നത്. അതിൻ്റെ അടുത്ത് ജഡ്പടിന് പകരം നമ്മളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുക? നിങ്ങൾക്കാണെങ്കിൽ നീന്താനും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നീന്താൻ അറിയാത്ത ഒരാൾ വെള്ളത്തിലേക്ക് അടുത്ത് ചാടിക്കഴിഞ്ഞാൽ അവരും കൂടെ മുങ്ങിപ്പോകും. അപ്പൊ രണ്ടുപേരുടെ ജീവനും അപകടത്തിൽപ്പെടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെള്ളത്തിലുള്ള ആളെ നമുക്ക് രക്ഷിക്കുകയും വേണം, നമ്മുടെ ജീവനൊന്നും പറ്റാനും പാടില്ല. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് ചർച്ച ചെയ്തേ. നമുക്ക് എന്ത് ചെയ്യാം? ഞാനാണ് ആ ഒരു സാഹചര്യത്തിലുള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നോ, തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. രക്ഷിക്കാനായിട്ട് അവരെ വിളിക്കാം. നമുക്ക് ഉണ്ടെങ്കിൽ ആരോടെങ്കിലും നമുക്ക് എന്താ ഉറക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ വീണിട്ടുണ്ട്, രക്ഷിക്കാൻ വരണേ, നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് അവരെ രക്ഷിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും കുറച്ച് നീളത്തിലുള്ള കയറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സംഘടിപ്പിക്കാൻ പറ്റുന്നാണെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അവരെ രക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകൾ എന്താ, ഫ്രണ്ട്സുമായിട്ടും ടീച്ചറുമായിട്ടും നന്നായിട്ടൊന്ന് ചർച്ച ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ക്ലാസ്സിൽ അതൊന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ.
യെസ്. അപ്പം നമ്മൾ എപ്പോഴും എന്താണ്, നീന്താനൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ഏതെങ്കിലും ഒരു അപകടത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സ്വയം രക്ഷയെങ്കിലും നേടണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് അറിയാത്തവരൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വർക്ക് നോക്കാം. ഇനി വരുന്നത് സംശയം ലിക്കേ, മനസ്സിലാക്കിയിട്ട് എഴുതാൻ. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? എന്താ തന്നിരിക്കുന്നത്? 2 ബോക്സ് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മുടെ സ്റ്റോറിയിലുള്ള ആളുകളുടെ പേരൊക്കെ ഉണ്ട്, സ്റ്റോറിയിലല്ലാത്ത ആളുകളുടെ പേരും ഉണ്ടാവും. ഉണ്ടോ? അപ്പം ചില വേർഡ്സിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ. എന്താ നമുക്ക് നോക്കാം. നമൂനെ ദേഖേ, രേഖാങ്കിത് അംശ പർ ധ്യാൻ ദേം, അർത്ഥഭേദ് സമਝേ. ഇവിടെ തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് എന്താ, രേഖാങ്കിത് അംശ പർ ധ്യാൻ ദേം, അണ്ടർലൈൻ ചെയ്ത വേർഡിനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ. അപ്പൊ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ എന്താ, അവർക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ. ഒരു സ്പെഷ്യാലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഉള്ളത് കൊണ്ടാണല്ലോ അവര് അണ്ടർലൈൻ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. രേഖാങ്കിത് അംശ പർ ധ്യാൻ ദേം, ലൈൻ ചെയ്തതിന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും പറയുന്നത് അല്ലേ. യെസ്. അർത്ഥഭേദ് സംശയം. അപ്പൊ എന്താണ്, ഇവർക്ക് എന്തൊരു അർത്ഥഭേദ്, മീനിങ്ങിൽ എന്തൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താന്ന് മനസ്സിലാക്കാനോ നോക്കാം നമുക്ക്. എന്താന്ന്, झटपट दौड़ लगाता है. ഫസ്റ്റ് ബോക്സിൽ വരുന്നത് झटपट दौड़ लगाता है. സെക്കൻഡ് ബോക്സിൽ എന്താ വരുന്നത്, झटपट दौड़ लगा रहा है. झटपट दौड़ लगाता है, ഇവിടെയോ झटपट दौड़ लगा रहा है. ഫസ്റ്റ് ബോക്സ് ആണേ. നെക്സ്റ്റ് നോക്കാം. झटपट दौड़ नटखट दौड़ लगाते हैं. हे എന്താ, ഹേ. झटपट और नटखट दौड़ लगा रहे हैं. झटपट और नटखट दौड़ लगा रहे हैं. അപ്പോൾ വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. മച്ചലി തൈർത്തി ഹേ, മച്ചലി തൈർ രഹി ഹേ. നദിയാ ബഹത്തി ഹേ, നദിയാ ബഹ് രഹി ഹേ. എന്താ, ഇവിടെ വരുന്ന झटपट दौड़ സെയിം ആണ്. ഇവിടെ ലഗാത്താ ഹേ എന്നാണ്, സെക്കൻഡ് ബോക്സിൽ ലഗാ രഹാ ഹേ എന്നാണ്. അപ്പം ഇതെന്താണ്, ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ക്രിയയാണ്. എന്താ ക്രിയ അറിയോ? നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന വേർഡിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാലമാണത്, സോറി ക്രിയ അല്ല, ക്രിയ എന്ന് പറയുന്ന ദൗഡാണ്. ലഗാത്താ ഹേ ഏത് കാലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഏത് കാലാണെന്ന്, ഏതൊക്കെ കാലമുണ്ട് നിങ്ങൾക്കറിയാവോ? സാധാരണ നമ്മൾ ഏതൊക്കെ കാലമാണ് ഉള്ളത്? നമ്മൾ കഴിഞ്ഞു പോയ കാലമുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമുണ്ട്, ഇനി വരാനിരിക്കുന്ന കാലമുണ്ട് അല്ലേ. 3 തരത്തിലാണ് കാൽ വരുന്നത്. ഭൂതകാൽ, വർത്തമാൻ കാൽ और ഭവിഷ്യത് കാൽ. ഇവിടെ തന്നിരിക്കുന്നത് വർത്തമാൻ കാലാണ്, അതായത് പ്രസന്റ് ടെൻസ്, നടന്നുകൊണ്ടിരിക്കുന്ന കാൽ. നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ എന്താണ്, झटपट दौड़ लगाता है. എന്താ, ഇത് झटपट दौड़ लगाता है എന്ന് പറയുന്നത് സാമാന്യ വർത്തമാൻ കാലാണ്. എന്താണ്, സാമാന്യ വർത്തമാൻ കാൽ. സാമാന്യ വർത്തമാൻ കാൽ. എന്നാൽ झटपट दौड़ लगा रहा है ഇത് താത്കാലിക് വർത്തമാൻ കാലുമാണ്. ഒന്ന് സാമാന്യ വർത്തമാൻ കാൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസും, താത്കാലിക് വർത്തമാൻ കാൽ എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസുമാണ്. झटपट दौड़ लगाता है, झटपट എന്താണ്, ഓടുന്നു. झटपट दौड़ लगा रहा है, झटपट ഓടിക്കൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്താണ്, താത്കാലിക് വർത്തമാൻ കാലിലേക്ക് മാറുന്ന സമയത്ത്
ലഗാത്താ ഹേ എന്ന വേർഡിന്റെ കൂടെ എന്ത് വന്നു? ലഗാ രഹാ ഹേ, രഹാ ഹേ എന്ന് നമ്മൾ ആഡ് ചെയ്തു. ക്ലിയർ ആണോ? സാമാന്യ വർത്തമാൻ കാലിൽ വന്ന് ജഡ്പട്ട് ദൗഡ് ലഗാത്താ ഹേ എന്നാണ്. എന്നാൽ നെക്സ്റ്റ് താത്കാലിക് വർത്തമാൻ കാലിലേക്ക് മാറുന്ന സമയത്ത് ജഡ്പട്ട് ദൗഡ് ലഗാ രഹാ ഹേ, ഓടിക്കൊണ്ടിരിക്കുന്നു. ദൗഡ് ലഗാ രഹാ ഹേ, ലഗാ അതിന്റെ കൂടെ എന്ത് വന്നു? രഹാ ഹേ. ഓക്കെ, നെക്സ്റ്റ് ഉള്ള എക്സാമ്പിൾ ഒന്ന് നോക്കാം. ജഡ്പർ ഔട്ട് നട്കട്ട് ദൗഡ് ലഗാത്തേ ഹേ. ഇവിടെ ലഗാത്താ ഹേ എന്നായിരുന്നു, എന്നാൽ ഇവിടെ എന്തായി? ലഗാത്തേ ഹേ. എന്തുകൊണ്ടാ ഒരു മാറ്റം വന്നത്? എന്തുകൊണ്ടാ? യെസ്, ഫസ്റ്റിൽ വരുന്നത് ഏകവചനാണ്. ജഡ്പട് എന്ന് പറയുന്നത് എന്താണ്? ഏകവചനാണ്, ഒരാൾ മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ നെക്സ്റ്റിൽ എന്ത് വന്നു? ജഡ്പട് ഔട്ട് നട്കട്ട്, ജഡ്പടും നട്കടും അതെന്തായി മാറി? രണ്ടുപേരായില്ലേ? അപ്പോൾ എന്തായി? ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഏത് വചനാണ്? ബഹുവചനം. യെസ്, ബഹുവചനമായ സമയത്ത് അതുകൊണ്ടാണ് ഇവിടെ ലഗാത്ത എന്നത് മാറിയിട്ട് ലഗാത്തേ ഹേ. ഹേ എന്നല്ല വരുന്നത്, ഹേയുടെ മുകളിൽ എന്ത് വന്നു? അംകി മാത്രയും കൂടെ വന്നു, ലഗാത്തേ ഹേം. ഓക്കെ, ബഹുവചനം ആയതുകൊണ്ടാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും എന്ത് മാറും? നമ്മുടെ നെക്സ്റ്റ് ബോക്സിലും അതുപോലെ തന്നെ മാറും. ജഡ്പട്ട് ഔർ നട്കട്ട് ദൗഡ് ലഗാ രഹേ ഹേ. രഹ എന്നത് എന്തായി മാറി? ബഹുവചനമായതുകൊണ്ട് രഹേ എന്നായി മാറി. ഹേ എന്നതിന് പകരം എന്തായി? ഹേ. ജഡ്പട് ഔർ നട്കട്ട് ദൗഡ് ലഗാ രഹേ ഹേ. ജഡ്പടും നട്കടും ഓടിക്കൊണ്ടിരിക്കുന്നു. ക്ലിയർ ആണോ? യെസ്. അപ്പം ഏകവചനം വരുന്ന സമയത്ത് ലഗാത്ത എന്നാണ് വരുന്നത്, ബഹുവചനം വന്ന സമയത്ത് ലഗാത്തേ എന്നായി മാറി. ഏകവചനത്തിൽ ഹേ എന്നാണെങ്കിൽ ബഹുവചനത്തിൽ എന്തായി മാറി? ഹൈ. ഹൈ എന്നതിന്റെ കൂടെ ഒരു അംകി മാത്രമേ വന്നു. നെക്സ്റ്റ് ബോക്സിൽ എന്തായിരുന്നു? ലഗാ രഹാ ഹേ എന്നാണ് ഏകവചനിൽ വരുന്നത്. എന്നാലോ ബഹുവചനം വരുന്ന സമയത്ത് ലഗാ രഹേ ഹേം എന്നായി മാറി. ഏകി മാത്രയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. മച്ചലി തൈർത്തി ഹേ. മച്ചലി ആരാ? ഫിഷ്, മത്സ്യം. മത്സ്യം എന്ത് ചെയ്യുന്നു? നീന്തുന്നു. മത്സ്യം നീന്തുന്നു. മച്ചലി തൈർത്തി ഹേ. നെക്സ്റ്റ് ബോക്സിൽ എന്തായി? താത്കാലിക് വർത്തമാൻ കാലിലേക്ക് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറുന്ന സമയത്ത് മച്ചലി തൈർ രഹി ഹേ എന്നായി മാറി. മച്ചലി തൈർ രഹി ഹേ. അപ്പൊ ഇവിടെ എന്തായിരുന്നു? രഹ എന്നാണ് വന്നത് അല്ലെ? ഇവിടെയോ രഹി എന്നായി മാറി. എന്താ ഒരു വ്യത്യാസം? ഇവിടെ രഹ എന്നും ഇവിടെ രഹി എന്നും വന്നത് ജഡ്പട്. ജഡ്പട് എന്ന് പറയുന്നത് ഏത് ലിംഗമാണ്? ഹിന്ദിയിൽ 2 ലിംഗമുണ്ട്, അറിയില്ല നിങ്ങൾക്ക്? പുല്ലിംഗ, സ്ത്രീലിംഗ്. हिंदी में 2 लिंग है, यह है पुल्लिंग और स्त्रीलिंग. के नमूने में झटपट क्या लिंग है? झटपट पुल्लिंग है, लेकिन मछली मछली स्त्रीलिंग है. ये दोनों का अंदर ये है, पहला पुल्लिंग और यहाँ स्त्रीलिंग है. ओके, അപ്പൊ മച്ചലി തൈർ തീ ഹേ. തീ എന്ന് ആവാൻ കാരണം മച്ചലി എന്ന വേർഡ് എന്താണ്? സ്ത്രീലിംഗാണ്. അതുകൊണ്ട് നമ്മൾ തൈർത്ത എന്നതിന് പകരം തൈർത്തി എന്നായി മാറി. അപ്പൊ തീർച്ചയായും എന്താകും? താത്കാലിക് വർത്തമാനിലേക്ക് മാറുന്ന സമയത്ത് മച്ചലി തൈർ രഹി ഹേ എന്നായി മാറും. തൈർ രഹാ ഹേ എന്നതിന് പകരം എന്തായി മാറും? തൈർ രഹി ഹേ. ക്ലിയർ ആണോ? സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് രഹ എന്നത് മാറിയിട്ട് രഹി എന്നായി മാറിയത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ. നദിയാം ബഹ്തി ഹേ. നദിയാം. നദിയാം എന്ന് പറയുമ്പോൾ എന്താണ്? നദികൾ. യാം, നദിയാം. കണ്ടോ? യാം. ആം എന്ന് വന്നത് ബഹുവചനാണ്, ഏകവചനല്ല. നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഏകവചൻ. നദിയാം ബഹുവചൻ ഹേ. അപ്പൊ നദിയാം ബഹ്തി ഹേ, നദികൾ ഒഴുകുന്നു. അപ്പം ബഹുവചൻ ആയതുകൊണ്ട് തന്നെ എന്ത് വന്നു? ഹേ എന്ന് മാറിയിട്ട് ഹേം. അംകി മാത്രയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പം നദിയാം ബഹ്തി ഹേം എന്നത് താത്കാലിക് വർത്തമാൻ കാൽ യാ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറുന്ന സമയത്ത് എന്തായി മാറും? നദിയാ ബഹ് രഹി ഹേ. നദിയാ
ബഹ് രഹി ഹേ, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ എന്തായി മാറി? ബഹ് രഹി ഹേ. നദി എന്നത് ഏത് ലിംഗാണ്? നദി കാ ലിംഗ് ക്യാ ഹേ? നദി एक स्त्रीलिंग शब्द है, इसी के कारण नदियां बह रही है कहलाते हैं. ഓക്കെ, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഈക്ക് മാത്രം നമ്മൾ ആഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ? നമ്മളൊരു ഏകവചൻ വരുന്ന സമയത്ത് ഏകവചൻ ശബ്ദമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ലഗ്താ ഹേ എന്ന് ആഡ് ചെയ്യുന്നു. ഏകവചൻ പുല്ലിംഗ് ആണെങ്കിൽ ആക്കി മാത്രം ജഡ്പട്ട് ദൗഡ് ലഗാത്താ ഹേ. എന്നാൽ ഏകവചൻ സ്ത്രീലിംഗ് ആണെങ്കിൽ എന്തായി മാറി? മച്ചലി തൈർത്തി ഹേ. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കണം. നെക്സ്റ്റ് വരുന്ന ബോക്സിൽ ഏതാണ്? താത്കാലിക് വർത്തമാൻ കാലിൽ ഏകവചൻ ആണ് വരുന്നതെങ്കിൽ പുല്ലിംഗ് ഏകവചൻ ശബ്ദമാണെങ്കിൽ ജഡ്പട്ട് ദൗഡ് രഹാ ഹേ, ദൗഡ് ലഗാ രഹാ ഹേ എന്ന് വരുന്നു. പുല്ലിംഗ് ഏകവചൻ ശബ്ദമാണെങ്കിൽ ജഡ്പട്ട് ദൗഡ് ലഗാ രഹാ ഹേ, രഹാ ഹേ എന്നാണ് വരുന്നത്. എന്നാൽ സ്ത്രീലിംഗ് ഏകവചൻ ശബ്ദമാണെങ്കിൽ താത്കാലിക് വർത്തമാൻ കാലിലേക്ക് മാറുന്ന സമയത്ത് മച്ചലി തൈർ രഹി ഹേ എന്നായി മാറി. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വരുന്നത് ബഹുവചൻ. ബഹുവചൻ പുല്ലിംഗ് ശബ്ദില് झटपट और नटखट दौड़ लगाते हैं. സാമാന്യ വർത്തമാൻ കാലില് ബഹുവചൻ പുല്ലിംഗ് ശബ്ദമാണ് വരുന്നതെങ്കിൽ झटपट और नटखट दौड़ लगाते हैं. ഏകി മാത്രയും വന്നു, ഹേ എന്നതിന് പകരം ഹൈം എന്നായി മാറി. എന്നാൽ അത് താത്കാലിക് വർത്തമാൻ കാലിലേക്ക് മാറുന്ന സമയത്ത് झटपट और नटखट दौड़ लगा रहे हैं. ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്ത്രീലിംഗ് ഏകവചൻ ശബ്ദ ആണ് സാമാന്യ വർത്തമാൻ കാലിൽ നമ്മൾ എഴുതുന്നതെങ്കിൽ മച്ചലി തൈർത്തി ഹേ എന്തായി മാറൂ? നമ്മൾ തീ ക്രിയയിൽ എന്ത് മാറ്റം വരും? ഈ കീ മാത്രം നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ എന്തായി മാറുന്നു? അത് താത്കാലിക് വർത്തമാൻ കാലിലേക്ക് മാറുന്ന സമയത്ത് മച്ചലി തൈർ രഹി ഹേ. ആ ഒരു ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് ബഹുവചൻ സ്ത്രീലിംഗ് ശബ്ദമാണെങ്കിൽ നദിയാം ബഹ്തി ഹേ എന്നത് താത്കാലിക് വർത്തമാൻ കാലിലേക്ക് മാറുന്ന സമയത്ത് നദിയാം ബഹ് രഹി ഹേ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു വർത്തമാൻ കാലിൽ വരുന്ന രണ്ട് ഭേദമാണ് സാമാന്യ വർത്തമാൻ കാല और താത്കാലിക് വർത്തമാൻ കാൽ. അത് രണ്ടിലും എഴുതുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതാണ് ഫസ്റ്റ് വേർഡ്, എന്താണ് ശബ്ദ പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ അത് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഏകവചനാണോ ബഹുവചനാണോ അതും നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി വരുന്ന നമ്മുടെ സെന്റൻസിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് ഇവിടെ എന്താ കുറച്ചൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. അതൊന്ന് നമുക്ക് മോഡലിനനുസരിച്ചിട്ട് മാറ്റാനാണ് പറയുന്നത്. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽ കർ ലിഖേ. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ വാക്യം മാറ്റി എഴുതണം. ഞട്കട് രോത്താ ഹേ, ഞട്കട് രോത്താ ഹേ എന്താക്കാ? എന്തായിരുന്നു ഞട്കട് എന്നത്? ഞട്കട് എന്ന വേർഡ് എന്താണ്? പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? ഏതാ? പുല്ലിംഗ്. ഏകവചനാണോ ബഹുവചനാണോ? ഒരാളേലുള്ളൂ, ഞട്കട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞട്കട് ഏകവചൻ. ഞട്കട് രോത്താ ഹേ. അപ്പൊ അത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ബോക്സിലേക്ക് മാറുന്ന സമയത്ത് താത്കാലിക് വർത്തമാൻ കാലിലേക്ക് മാറുകയാണ്. അപ്പൊ എന്തായി മാറൂ? നട്കട്, നട്കട് അതുപോലെ എഴുതാം. രോത്താ ഹേ എന്തെഴുതും? എന്തെഴുതും? എന്തെഴുതാ? നമ്മള് മുന്നത്തെ സ്ലൈഡിൽ എഴുതി, മുന്നത്തെ സൈഡിൽ എഴുതി. ദൗഡ് ലഗാത്താ ഹേ എന്നത് എന്തായിട്ടാ മാറിയത്? ദൗഡ് ലഗാ രഹാ ഹേ എന്നായി മാറി. അപ്പോ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നട്കട് രോത്താ ഹേ. അപ്പൊ നമ്മൾ എന്തെഴുതും? നട്കട് രോ
രഹാ ഹേ എന്തെഴുതും? നട്കട്ട് റോ രഹാ ഹേ എന്നാണോ വേണ്ടത്, ഹൈം എന്നാണോ വേണ്ടത്? ഏകവചനായതുകൊണ്ട് ഹേ. നട്കട്ട് റോ രഹാ ഹേ. ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് ഫസ്റ്റ് ബോക്സ് ഫിൽ ചെയ്തിട്ടില്ല, സെക്കൻഡ് ബോക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെ ഫിൽ ചെയ്യേണ്ടത്? സാമാന്യ വർത്തമാനകാലാണ് ഫിൽ ചെയ്യേണ്ടത്. झटपट और नटखट स्कूल से आ रहे हैं. झटपट और नटखट അപ്പോൾ എന്തായി? झटपट और नटखट ഏകവചനാണോ ബഹുവചനാണോ? ബഹുവചൻ അല്ലേ? രണ്ടുപേരുണ്ട്. ഏക് സേ അധിക്, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളതിന് നമ്മൾ എന്ത് പറയും? ബഹുവചൻ എന്ന് പറയും. അപ്പം झटपट और नटखट स्कूल से आ रहे हैं. झटपट नटखट എന്താണ്? പുല്ലിംഗ് ശബ്ദമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് എന്ത് എഴുതണം? झटपट और नटखट स्कूल से, അതുവരെ കറക്റ്റ് ആണ്. സ്കൂൾ സേ എന്തായി മാറും? എന്തായി മാറും? എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സ്കൂൾ സേ ആത്തേ ഹേ. ഏക്ക് മാത്രമല്ലേ നമ്മൾ ചേർത്തിരുന്നത്? മുന്നത്തെ എക്സാമ്പിള് നോക്കിയേ, झटपट और नटखट दौड़ लगाते हैं. ഏക്ക് മാത്രമാണ് ചേർത്തിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? झटपट और नटखट स्कूल से आते हैं. ഓക്കെ? അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇവിടെ എന്ത് എഴുതണം? झटपट और नटखट स्कूल से आते हैं. എന്ത് ചെയ്യണം? ഹേ എന്ന് പോരാ, ഹേ. ഒരു അംകി മാത്രമേ കൂടെ ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? അത് ബഹുവചൻ ശബ്ദമാണ്. ഓക്കെ, ബഹുവചൻ ആയതുകൊണ്ട് ആത്തേ എന്ന് മാറി ഹേം എന്നും വന്നു. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് തന്നത് ഇവിടെ തന്നെയാണ്. നാവ് ചൽ രഹി ഹേ. നാവ് ചൽ രഹി ഹേ. നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഈ നാവാണോ? അല്ല. നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, തോണി, ബോട്ട് എന്ന മീനിങ്. അപ്പൊ എന്താണ്? നാവ് ചൽ രഹി ഹേ. നാവ് ചൽ രഹി ഹേ എന്ന് തന്നിരിക്കുന്നത് ഏത് കാലിലാണ്? ഏതിന്റെ കാല? സാമാന്യ വർത്തമാൻ കാലാണോ? അല്ല, താത്കാലിക വർത്തമാൻ കാലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് മാറ്റി എഴുതണം. നാവ് ചൽ രഹി ഹേ. അപ്പൊ ഇവിടെ രഹി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈക്ക് മാത്രം ആഡ് ചെയ്യുന്ന സമയത്ത് നാവ് എന്ന വേർഡ് എന്താണ്? എന്തായിരിക്കും? സ്ത്രീലിംഗ് ശബ്ദമാണ് അല്ലേ? സ്ത്രീലിംഗ് ശബ്ദം ആയതുകൊണ്ടാണ് ഈക്ക് മാത്രം തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് എന്താക്കണം? സ്ത്രീലിംഗ് ഏകവചൻ ശബ്ദമാണ്. നാവ് ഒന്നേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഏകവചൻ ശബ്ദമാണ്. അപ്പം നാവ് ചൽती ഹേ. നാവ് ചൽती ഹേ. അപ്പം സ്ത്രീലിംഗ് ശബ്ദമാണ്, സ്ത്രീലിംഗ് ഏകവചൻ ശബ്ദമാണ്. അതുകൊണ്ട് നാവ് ചൽती ഹേ. നെക്സ്റ്റ് തന്നിരിക്കുന്നത് സർദിയാം ശുരു ഹോത്തി ഹേ. സർദിയാം ശുരു ഹോത്തി ഹേ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഇവിടെ ആം വന്നിട്ടുണ്ട്. ഇത് ബഹുവചനാണ്. ബഹുവചൻ ശബ്ദമായതുകൊണ്ട് സർദിയാം ആം എന്ന് വന്നത്. പിന്നെ എന്താണ്? ഹോത്തി ഹേ എന്ന് വന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ്? സർദി എന്ന് പറയുന്നത് സ്ത്രീലിംഗ് ശബ്ദമാണ്. അപ്പൊ ബഹുവചൻ സ്ത്രീലിംഗ് ശബ്ദമാണ്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റാണ്? താത്കാലിക വർത്തമാൻ കാലിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എന്തെഴുതും? സർദിയാം എന്താണ്? ശൈത്യകാലം, ശീതകാലം തുടങ്ങി ആരംഭിച്ചു, ശീതകാലം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മാറുകയാണ്. സർദിയാം ശുരു ഹോ രഹി ഹേ.
സർദിയാ ശുരു ഹോ രഹി ഹേ. നമ്മൾ മുന്നേ പഠിച്ച ടെൻസിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ഏതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം? ഏകവചനാണോ ബഹുവചനാണോ എന്ന് മനസ്സിലാക്കണം. ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ എന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വാക്യത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ മുന്നത്തെ എക്സാമ്പിൾ നന്നായിട്ടൊന്ന് നോക്കുക. ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ എക്സാമ്പിളും നിങ്ങളൊന്ന് എഴുതാം. ഇതുപോലെ തന്നെ നിങ്ങൾ എന്താണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം വാക്യങ്ങൾ ഇതുപോലെ മാറ്റി എഴുതാനായിട്ടും ശ്രമിക്കാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന വർക്ക്. എക്സാമിന് എന്തായാലും നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ, ബാത്ചീത് ലിഖേ. ബാത്ചീത് യാ വാർത്താലാപ് ലിഖേ. എന്താ ബാത്ചീത് വാർത്താലാപ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ? കോൺവെർസേഷൻ. യെസ്, കോൺവെർസേഷൻ എക്സാമിന് മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്തായാലും ഏതൊരു എക്സാമിനും പൊതുവെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷെ നമ്മുടെ ചാപ്റ്ററിലുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാകാം ഈ ഒരു കോൺവെർസേഷൻ വരുന്നത്, ഇല്ലെങ്കിലോ ചാപ്റ്ററിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ വെച്ചിട്ടുമാകാം വരുന്നത്. അപ്പൊ നമ്മൾ എഴുതാ, मान ले नटखट ने घर पहुंचकर रास्ते की सारी घटनाएं माम को बता दी. दोनों के बीच की बातचीत लिखे. എന്ത് വിചാരിക്കാനാ പറയുന്നത്? നട്കട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഗർ പഹുഞ്ചുകർ രാസ്തേക്ക് സാരി ഘട്ടായും, വീട്ടിലുള്ള എല്ലാ കാര്യം, വരുന്ന വഴിയിലുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിലെത്തിയിട്ട് ആരെടുത്താ പറയുന്നത്? മാംകോ ബത്താതി, അമ്മയുടെ അടുത്ത് പറയാണ്. വീട്ടിൽ വരുന്ന വഴിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായോ, സ്കൂൾ വിട്ട് വരുന്ന വഴിയിലുള്ള എല്ലാ കാര്യങ്ങളും അമ്മയുടെ അടുത്ത് പറയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ അതൊന്ന് എഴുതാൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി കാര്യമായിട്ടുണ്ടായ ഒരു ഇൻസിഡന്റ് എന്താണ്? എന്താ? നട്കട്ട് എന്തില് വീണു? പുഴയിലേക്ക് വീണു. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടായിരിക്കാം നട്കട്ട് അമ്മയുടെ അടുത്ത് പറയുന്നത്. അപ്പൊ നട്കട്ടിന്റെ അടുത്ത് നിന്നും അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റ്, അതിനെ പറ്റിയിട്ട് നട്കട്ട് ആരുടെ അടുത്ത് പറയാണ്? അമ്മയുടെ അടുത്ത് പറയാണ്. അപ്പോൾ എങ്ങനെ എഴുതോ? അങ്ങനെ എഴുതുന്ന ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് എഴുതണം. ഓക്കെ, യെസ്. ഫസ്റ്റ് ആരായിരിക്കും? നട്കട്ട് അല്ല അമ്മയുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നട്കട്ട് മാം ആജ് രാസ്തേ മേം ഏക് ഘടനാ ഘട്ട് ഗയി. അമ്മേ, മാം ആജ് രാസ്തേ മേം ഏക് ഘടനാ ഘട്ട് ഗയി. ഇന്ന് വഴിയിൽ വെച്ചിട്ടൊരു സംഭവം ഉണ്ടായി, എന്തൊരു കാര്യം നടന്നു. അപ്പൊ അമ്മയ്ക്ക് അറിയോ എന്താ കാര്യം എന്ന്? ഇല്ല. അപ്പൊ അമ്മ എന്താ ചോദിക്കുക? തീർച്ചയായും നമ്മൾ അമ്മയുടെ അടുത്ത് പോയി പറയാണ്, അമ്മയെന്ന് വരുന്ന വഴിയിൽ ഒരു കാര്യം ഉണ്ടായിന്ന്. അപ്പൊ നമ്മുടെ അടുത്താണെങ്കിൽ അമ്മ എന്ത് ചോദിക്കും? ക്യാ ഹുവാ ബേട്ടാ, എന്താ ഉണ്ടായത് മകനെ? അല്ലെങ്കിൽ മകളുടെ അടുത്താണെങ്കിൽ ചോദിക്കും ക്യാ ഹുവാ ബേട്ടി, എന്താ ഉണ്ടായത് മകളെ എന്ന് ചോദിക്കും. അതുപോലെ നട്കട്ടിന്റെ അമ്മയും ചോദിച്ചെന്തോ ക്യാ ഹുവാ ബേട്ടാ. നട്കട്ട് പറയാണ്, स्कूल से आते समय मैंने नदी के किनारे जाकर नदी में कागज की नाव तैराई. സ്കൂൾ സേ ആത്തെ സമയം, സ്കൂളിൽ നിന്നും വരുന്ന വഴിയിൽ ഞാൻ എന്ത് ചെയ്തു? മേനെ നദിക്കെ കിനാരെ ജാക്കർ, ഞാൻ എന്തിന്റെ അടുത്ത് പോയി? നദിക്കെ കിനാരെ ജാക്കർ, നദിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ടോ നദി മേ കാഗസ് കി നാവ് തൈരായി, നദിയിലേക്ക് എന്ത് ചെയ്തു? കാഗസ് കി നാവ് തൈരായി, കടലാസ് കൊണ്ടുള്ള തോണി ഒഴുക്കി. ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞു. അമ്മ ചോദിക്കാണ്, തും പുൽസേ നീച്ചെ ക്യോം ഗയേ? തും പുൽസേ നീച്ചെ ക്യോം ഗയേ? പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാലം. പാലത്തിന്റെ മുകളിലൂടെയല്ല എല്ലാവരും നടന്നു പോകുക. അപ്പൊ നദിയുടെ അടുത്ത് പോയിട്ടാണ് ഈ കാഗസ് നാവ് തൈരായി എന്ന് പറഞ്ഞത് കൊണ്ട് അമ്മ ചോദിക്കാണ്, നീ പാലത്തിന് താഴേക്ക് എന്താ പോയത്? എന്തുകൊണ്ടാ പോയത്? എന്തിനാ പോയത്? തും പുൽസേ നീച്ചെ ക്യോം ഗയേ? എന്തിനാ പാലത്തിന്റെ അടിയിലേക്ക് പോയത്? ഓർ ഫിർ ക്യാ ഹുവാ? എന്നിട്ട് എന്തുണ്ടായി? പാലത്തിന്റെ അടിയിലേക്ക് എന്തിനാ പോയതെന്ന് ആദ്യം ചോദിച്ചു, പിന്നെ ചോദിക്കാണ് എന്നിട്ട് എന്താ ഉണ്ടായത്. നട്കട്ട് പറയാണ്, അച്ചാനക് മേരാ പൈർ ഫിസൽ ഗയാ ഔർ മേ പാനി കി ധാരാ മേ ഗിർ ഗയാ. പെട്ടെന്ന് എന്റെ കാലെന്തായി പോയി? ഫിസൽ ഗയാ, പൈർ ഫിസൽ ഗയാ, കാല് വഴുതിപ്പോയി. എന്നിട്ടോ നദിക്ക് ഇവിടെ പനി എന്നേ ഉള്ളൂ, പാനിക്ക് എന്നാണ്. പാനിക്ക് ധാരാമേ ഗിർ ഗയാ, വെള്ളത്തിലേക്ക് എന്താണ്? വെള്ളത്തിന്റെ ഒഴുക്കിലേക്ക് ഞാൻ വീണുപോയി. അപ്പോഴെന്താ? അമ്മ തീർച്ചയായും പേടിക്കില്ലേ? അപ്പൊ അമ്മ പറയണം, ഓ അയ്യോ എന്ന്. ആ തൈർനാ ജാനത്തെ ഹേ, നിനക്ക് നീന്താൻ അറിയോ? നീന്താൻ അറിയോന്ന് അമ്മ ചോദിക്കാണ്.
നട്കഡ് പറയാ नहीं माँ എനിക്കറിയില്ല लेकिन मेरे भाई ने मुझे बचा दिया പക്ഷേ എന്നാൽ എന്നെ ആര് രക്ഷിച്ചു? എന്റെ ജ്യേഷ്ഠൻ എന്നെ, മേരാ ഭായ് എന്റെ സഹോദരൻ എന്നെ രക്ഷിച്ചു. ബച്ചാലിയ. അമ്മ ചോദിക്കാണ് मैं आपसे हमेशा कहता हूं कि आपने भाई के साथ चलना चाहिए. ഞാൻ എന്താ നിന്നോട് എപ്പോഴും പറയാറുണ്ട് സഹോദരന്റെ കൂടെ തന്നെ, ബ്രദറിന്റെ കൂടെ തന്നെ എപ്പോഴും നടക്കണമെന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ? मैं आपसे हमेशा कहता हूं कि आपने भाई के साथ चलना चाहिए. കേട്ട നട്കഡ് പറയാണ് ठीक है मां, ശരി അമ്മേ, मैं ऐसा नहीं करूंगा, ഞാൻ ഇങ്ങനെ ഇനി ചെയ്യില്ല എന്ന് ആര് പറയാണ്? ആരാ പറഞ്ഞത്? നട്കഡ് പറയാണ്. അപ്പം ഇത് വളരെ ചെറിയൊരു കോൺവെർസേഷൻ ആയിട്ടേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മള് എന്താണ്, നട്കഡ് പോകുന്ന വഴിയില് വെള്ളത്തിലേക്ക് വീണു പോയതും ഏട്ടൻ രക്ഷിച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ സാരി ഘടനായും എല്ലാ കാര്യങ്ങളും എഴുതാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കോൺവെർസേഷൻ എഴുതാം. എന്താണ്, ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ വീണു പോയി, ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്താണ്, ഞങ്ങളുടെ വസ്ത്രങ്ങൾ നനഞ്ഞു, വസ്ത്രങ്ങൾ നനഞ്ഞ സമയത്ത് ഞങ്ങളത് ഉണക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബീക്കെ കപ്പടോങ്കോ സൂക്നേക്കേലി എന്താണ് ഹം ദോനോ ഞങ്ങൾ എന്ത് ചെയ്തു, ദൗത്യഹേ ഞങ്ങൾ ഓടി എന്ന കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് എന്താണ് നല്ലൊരു കോൺവെർസേഷൻ ആക്കിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. അപ്പം നമ്മുടെ സ്റ്റോറി നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിലുള്ള ഏതൊരു കാര്യവും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാമിന് എന്തായാലും ഒരു കോൺവെർസേഷൻ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു സെന്റൻസ് ആണ് ക്യാ ഹുവാ. നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റിയ എന്താണ് ഉണ്ടായത് എന്ന് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് എന്താണ് ടീക്ക് ഹേ മാം, അല്ലെങ്കിൽ ടീക്ക് ഹേ അമ്മയാണെങ്കിലും ടീക്ക് ഹേ ഓക്കെ ശരി, അങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ ഒരു 1-2 കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് എക്സാമിന് എഴുതുന്ന സമയത്ത് ഏതൊരു കോൺവെർസേഷനിലും നമുക്കത് ഉപകാരപ്പെടും. ആ ഒരു ഓർമ്മയോട് കൂടിയിട്ട് എപ്പോഴും നിങ്ങൾ എഴുതാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വർക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വർക്കാണ് ഓഡിയോ ബനായി. ഇതെന്താണ്, അബ് ഇസ് കഹാനി കാ ഓഡിയോ തയ്യാർ കരി. നിങ്ങളോട് ഈ ഒരു കഥയുടെ, ഈ ഒരു സ്റ്റോറിയുടെ ഓഡിയോ തയ്യാറാക്കാനാണ് പറയുന്നത്. അത്രേ വരുന്നുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ജട്ട്പട്ട് ഔർ നട്കഡ് എന്ന ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഈ ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ എന്താക്കണം, ഏതൊരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ സ്റ്റോറി കഹാനി നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കഹാനി അറിഞ്ഞിരിക്കണം. പിന്നെ കഹാനിയിലുള്ള സാരി ഘടനായും എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് മെയിനായിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് എന്താണ്, ഒന്ന് ഒരു കോൺവെർസേഷൻ വന്നിട്ടുണ്ട്, നട്കഡും അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഇതൊരു പക്ഷേ ജട്ട്പട്ടും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിട്ട് മാറ്റി ചോദിക്കാം എക്സാമിന്. അപ്പൊ നിങ്ങൾ അതിനും കൂടെ പ്രിപ്പയർ ആയിരിക്കണം. ജട്ട്പട്ടും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ എങ്ങനെ പറയാം, ജട്ട്പട്ട് വരുന്ന വഴിയിൽ ചെയ്ത കുസൃതിയെ പറ്റിയിട്ടും ജട്ട്പട്ട് വെള്ളത്തിൽ വീണതും ഞാൻ അവനെ രക്ഷിച്ചു, ഈ കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചിട്ടും എഴുതാം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാൽഭേദാണ്. വർത്തമാൻ കാലിലുള്ള കാര്യങ്ങൾ, സാമാന്യ വർത്തമാൻ കാലിലുള്ള കാര്യങ്ങളെ താത്കാലിക വർത്തമാൻ കാലിലേക്ക് മാറ്റുന്ന കാര്യങ്ങൾ. അപ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പുല്ലിംഗ് ഏകവചൻ, സ്ത്രീലിംഗ് ബഹുവചൻ, പുല്ലിംഗ് ബഹുവചൻ, സ്ത്രീലിംഗ് ഏകവചൻ, ഇതെല്ലാം വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റർ. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ്സ് ചെയ്തിട്ട് പോസ്റ്റർ എപ്പോഴും എന്തായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ആര് കണ്ടു കഴിഞ്ഞാലും വളരെ ഇഷ്ടപ്പെടുന്നതും വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നതുമായ ഒരു പോസ്റ്റർ ആണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഉറപ്പിച്ചോളൂ, ഒരു 3 മാർക്കിന്റെയോ 5 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആണ് 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കാര്യമായിട്ട് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് ഒരു പക്ഷെ പ്രതീക്ഷിച്ചേക്കാം. ജട്ട്പട്ടിന്റെയോ നട്കഡിന്റെയോ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങളുടെ ഈ ഒരു സ്റ്റോറിയിൽ അവരുടെ സ്വഭാവ വിശേഷതകൾ, കഹാനിക്ക് പാത്രോയ്ക്ക് വിശേഷതായും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിനെന്താണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ
ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ജഡ്പഡ് ഔർ നട്ട്കഡ് എന്ന സ്റ്റോറിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സ്റ്റോറി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാ, ഇനി നിങ്ങളുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ. നിങ്ങൾ നന്നായിട്ട് സ്റ്റോറി ഇനിയും ഒന്നുകൂടെ വായിച്ചു നോക്കുക. ആ സ്റ്റോറി ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ചെയ്തിട്ട് എന്താണ്, നമ്മുടെ സാധാരണ നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ചാപ്റ്ററിന് ബേസ് ചെയ്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എക്സാമിന് ഈസിയായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ്, നെക്സ്റ്റ് ചാപ്റ്ററുമായി വീണ്ടും കാണാം. ബൈ.